the legacy of trusted service. നമസ്കാരം. നോക്കാം അതിവേഗ വാർത്തകൾ. CPIM സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് തുടരുന്നു. MV ഗോവിന്ദൻ മാസ്റ്റർ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ ഇന്ന് പൊതുചർച്ച നടക്കും. സംസ്ഥാനത്ത് സ്വകാര്യ നിക്ഷേപത്തിന് വാതിൽ തുറന്നിടുന്ന പ്രഖ്യാപനങ്ങളുമായി മുഖ്യമന്ത്രി അവതരിപ്പിച്ച നവകേരള നയരേഖ. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ സ്വകാര്യ നിക്ഷേപത്തിന് പച്ചക്കൊടി. വിദ്യാർത്ഥികളുടെ വിദേശ ഒഴുക്ക് തടയാൻ നടപടിയുണ്ടാകും. വ്യാവസായിക ക്ലസ്റ്റർ രൂപീകരിക്കും. സിൽവർ ലൈൻ യാഥാർത്ഥ്യമാക്കുമെന്നും പ്രഖ്യാപനം. CPIM സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ മന്ത്രി സജി ചെറിയാനും EP ജയരാജനും കടുത്ത വിമർശനം. മന്ത്രി എന്ന നിലയിൽ സംസാരിക്കുമ്പോൾ സൂക്ഷ്മത പുലർത്തണം. EP ജയരാജനെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് പ്രവർത്തന പരാജയം കണക്കിലിടും. പാർട്ടി നേതാക്കളും അംഗങ്ങളും സഹകരണ ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാത്തതും പ്രതിസന്ധി. ലീഗിനെ കൂടെ നിർത്തുന്നതിൽ ഗൗരവ ചർച്ചയാവാമെന്നും പ്രവർത്തന റിപ്പോർട്ട്. CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ആശ്രാമം മൈതാനിയിൽ ഒരുക്കിയിട്ടുള്ള വിനോദ വിജ്ഞാന ചരിത്ര പ്രദർശനം ശ്രദ്ധേയമാകും. ചിത്രങ്ങൾക്കപ്പുറം ശില്പങ്ങളിലൂടെയും ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളിലൂടെയുമാണ് പോയകാല ചരിത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകളും പഴയകാല ഉപകരണങ്ങളും ഫുഡ് കോർട്ടും പ്രദർശനത്തിൽ. ഫ്ലക്സ് ബോർഡ് കൊടിത്തോരണങ്ങൾ ഉപയോഗിക്കുന്നതിൽ വീണ്ടും വിമർശനവുമായി ഹൈക്കോടതി. പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ കോടതി ഉത്തരവുകൾ നിരന്തരം ലംഘിക്കുന്നതായി സിംഗിൾ ബെഞ്ച് കുറ്റപ്പെടുത്തി. കൊല്ലത്ത് കൂടി വരുമ്പോൾ കണ്ണടച്ച് വരാൻ കഴിയില്ലെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിമർശിച്ചു. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന് ദേഹാസ്വാസ്ഥ്യം. പാങ്ങോട് പോലീസ് സ്റ്റേഷനിലെ സെല്ലിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. പ്രാഥമിക കൃത്യങ്ങൾക്കായി വിലം കഴിക്കുമ്പോഴാണ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. രക്തസമ്മർദ്ദത്തിലെ വ്യതിയാനമെന്ന് പോലീസ്. ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഷുഹൈബിനെ കൂടുതൽ ചോദ്യം ചെയ്യാനായി കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടു. മലപ്പുറം താനൂരിൽ നിന്ന് കാണാതായ +2 വിദ്യാർത്ഥിനികളെ കണ്ടെത്തി. മുംബൈയിലെ ലോനാവാനയിൽ നിന്നാണ് കുട്ടികളെ കണ്ടെത്തിയത്. മുംബൈ ചെന്നൈ എഗ്മോർ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. പെൺകുട്ടികളെ പൂനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു. മുൻ പത്തനംതിട്ട SP സുജിത് ദാസിന്റെ സസ്പെൻഷൻ പിൻവലിച്ചു. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് തിരിച്ചെടുക്കാനുള്ള ശുപാർശ നൽകിയത്. ഉത്തരാഖണ്ഡ് സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉത്തരാഖണ്ഡിൽ വിമാനമിറങ്ങിയ പ്രധാനമന്ത്രിയെ ഡെറാഡൂണിലെ ജോളി ഗ്രാൻഡ് വിമാനത്താവളത്തിൽ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി സ്വീകരിച്ചു. പ്രധാനമന്ത്രി ഉത്തരാഖണ്ഡിൽ ട്രക്ക്, ബൈക്ക് റാലി, പ്രസംഗ സമ്മേളനം എന്നിവ ഫ്ലാഗ് ഓഫ് ചെയ്തു. പ്രാർത്ഥനകൾക്ക് നന്ദി പറഞ്ഞ് ആശുപത്രിയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ. താൻ നിങ്ങൾക്കൊപ്പം ഉണ്ടെന്നും മാർപ്പാപ്പ പറഞ്ഞു. ശബ്ദ സന്ദേശത്തിലൂടെയാണ് മാർപ്പാപ്പയുടെ പ്രതികരണം. അതേസമയം മാർപ്പാപ്പയുടെ ആരോഗ്യനില തൃപ്തികരമായി തുടരുകയാണെന്ന് വത്തിക്കാൻ അറിയിച്ചു. ഫിസിയോതെറാപ്പി അടക്കമുള്ള ചികിത്സകൾ തുടരുകയാണെന്നും രക്തപരിശോധനാ ഫലങ്ങളും തൃപ്തികരമാണെന്നും വത്തിക്കാൻ അറിയിച്ചു. ഈ വർഷത്തെ സമാധാന നോബലിനായി വ്യക്തികളെയും സംഘടനകളെയും ഉൾപ്പെടെ 300ഓളം പേരെ നാമനിർദ്ദേശം ചെയ്തതായി നോർവീജിയൻ നോബൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഫ്രാൻസിസ് മാർപ്പാപ്പയും പട്ടികയിലുണ്ടെന്നാണ് വിവരം. 244 വ്യക്തികളും 94 സംഘടനകളും ഉൾപ്പെടെ 338 നാമനിർദ്ദേശങ്ങളാണ് തവണ ലഭിച്ചത്. ദുബായ് ഭരണാധികാരിക്ക് എമിറേറ്റ്സ് ഹോളി ഖുറാൻ പുരസ്കാരം. ഖുറാൻ പഠനത്തിന് നൽകിയ സംഭാവനകൾ മാനിച്ചാണ് പുരസ്കാരം. ദുബായ് അൽ ഖവനീജിൽ നടന്ന ചടങ്ങിൽ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ പുരസ്കാരം സമ്മാനിച്ചു. ഖുറാൻ പ്രത്യേക പതിപ്പും രാഷ്ട്ര നേതാക്കളുടെ ചിത്രവും അടങ്ങുന്നതായിരുന്നു പുരസ്കാരം. അനധികൃത കുടിയേറ്റക്കാരെ സൈനിക വിമാനത്തിൽ തിരിച്ചയക്കുന്നത് നിർത്തി US.
കുടിയേറ്റക്കാരെ നാടുകടത്താൻ സൈനിക വിമാനങ്ങൾ ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന ഉയർന്ന ചെലവാണ് നടപടികളിൽ നിന്ന് പിന്മാറാനുള്ള കാരണം. സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ ഇൻറ്റ്യൂട്ടീവ് മെഷീൻസിന്റെ IM-2 ദൗത്യത്തിന്റെ ഭാഗമായ അഥീന ലാൻഡർ ചന്ദ്രനിൽ പറന്നിറങ്ങി. അഥീന സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ. US നിന്നുള്ള മൂന്നാമത് സ്വകാര്യ ലാൻഡറാണ് അഥീന. US സൈന്യവുമായി സംയുക്തമായി നടത്തിയ ലൈവ് ഫയർ അഭ്യാസത്തിനിടെ 2 ദക്ഷിണ കൊറിയൻ യുദ്ധവിമാനങ്ങൾ സ്വന്തം രാജ്യത്ത് ബോംബുകൾ വർഷിച്ചു. വീടുകൾക്കും ആരാധനാലയത്തിനും മുകളിലാണ് ബോംബുകൾ പതിച്ചത്. സ്ഫോടനത്തിൽ 15 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 2 പേർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഇന്ത്യക്ക് കൈമാറുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണ അമേരിക്കൻ സുപ്രീം കോടതി. കൈമാറ്റം അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാണ് റാണയുടെ ആവശ്യം. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ റാണ അമേരിക്കയിൽ ജയിലിലാണ്. ഓൺലൈൻ തട്ടിപ്പുകളെ സൂക്ഷിക്കണമെന്ന് ഓർമ്മിപ്പിച്ച് റോയൽ ഒമാൻ പോലീസ്. ഫോണിലേക്ക് വരുന്ന വാട്സാപ്പ് ടെക്സ്റ്റ് സന്ദേശങ്ങൾ വഴിയാണ് ഒമാനിൽ പുതിയ തട്ടിപ്പ് നടക്കുന്നത്. ഗാർഹിക തൊഴിലാളികളെ ആകർഷകമായ ശമ്പളത്തിന് വാഗ്ദാനം ചെയ്യുന്ന വ്യാജ പരസ്യങ്ങളാണിത്. ഇതിൽ നൽകിയ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ ആവശ്യപ്പെടുകയും ബാങ്ക് വിവരങ്ങൾ കൈക്കലാക്കുകയുമാണ് തട്ടിപ്പ് സംഘം ചെയ്യുന്നതെന്ന് റോയൽ ഒമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകി. അനധികൃത കുടിയേറ്റത്തിന്റെ പേരിൽ US നിന്നും നാട് കടത്തിയ ഇന്ത്യക്കാരിൽ 11 പേർക്ക് EDയുടെ നോട്ടീസ്. ഇന്ത്യയിൽ നിന്നും ആളുകളെ ഡങ്കി റൂട്ടുകൾ വഴി US എത്തിക്കുന്ന ഏജന്റുമാർക്കെതിരായ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ED സമ്മൻസ് അയച്ചത്. പഞ്ചാബ് സ്വദേശികളായ 10 പേർക്കും ഒരു ഹരിയാന സ്വദേശിക്കുമാണ് ED നോട്ടീസ് നൽകിയിരിക്കുന്നത്. മലപ്പുറം കുമരനെല്ലൂരിൽ ലഹരി വിരുദ്ധ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ലഹരിക്കെതിരെ ഒരുമിച്ച് പോരാടുക എന്ന സന്ദേശവുമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. വിൽപ്പനയോ ഉപയോഗമോ കണ്ടാൽ കൈകാര്യം ചെയ്ത് പോലീസിനെ ഏൽപ്പിക്കുമെന്ന തരത്തിലുള്ള മുന്നറിയിപ്പ് ഫ്ലക്സ് ബോർഡുകളും സ്ഥാപിച്ചു. തൃശൂർ പുളിയിലപ്പാറയിൽ വൻതോതിൽ മദ്യം വിൽപ്പന നടത്തിയയാൾ പിടിയിൽ. പുളിയിലപ്പാറ സ്വദേശി ഷിജു ആണ് പിടിയിലായത്. ഇയാളിൽ നിന്നും അനധികൃത വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 6 ലിറ്റർ മദ്യവും കണ്ടെടുത്തു. ഈ മേഖല കേന്ദ്രീകരിച്ച് ശക്തമായ പട്രോളിംഗ് തുടരുമെന്ന് പോലീസ് അറിയിച്ചു. തൃശൂർ പെരിങ്ങോട്ടുകരയിൽ ഉത്സവത്തിന് കെട്ടിയ പന്തൽ അഴിക്കുന്നതിനിടെ മുകളിൽ നിന്ന് വീണ് പരിക്കേറ്റ തൊഴിലാളി മരിച്ചു. കല്ലൂർ സ്വദേശി ജോഷിയാണ് മരിച്ചത്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഉച്ചയ്ക്കായിരുന്നു മരണം സംഭവിച്ചത്. ബുധനാഴ്ച രാവിലെയായിരുന്നു അപകടം. പെരിങ്ങോട്ടുകരയിലെ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കെട്ടിയ പന്തൽ അഴിക്കുന്നതിനിടെ കാൽ തെന്നി താഴേക്ക് വീഴുകയായിരുന്നു. തിരുവനന്തപുരത്ത് നിയന്ത്രണം തെറ്റിയ കാർ കലുങ്കിലിടിച്ചു. അഞ്ചുതെങ്ങ് മൂടിന് സമീപമാണ് സംഭവം. അപകടത്തെ തുടർന്ന് വണ്ടിയിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. ഇരുവരും മദ്യലഹരിയിലായിരുന്നു എന്നാണ് സൂചന. കാട്ടാക്കട പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂരിൽ വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതി റിമാൻഡിൽ. മേത്തല സ്വദേശിയായ സ്ത്രീയെ പീഡിപ്പിച്ച ഉഴവത്ത് കടവ് സ്വദേശി നഹാസിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മലപ്പുറത്ത് മദ്രസ അധ്യാപകൻ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായി. കുഴിക്കാട്ട് സ്വദേശി മുഹമ്മദ് അബ്ദുൾ സലീം മുസ്ലിയാരാണ് അറസ്റ്റിലായത്. 10 വയസ്സുള്ള പെൺകുട്ടിയെ മദ്രസയിൽ വെച്ച് പ്രതി ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. വീട്ടിലെത്തിയ കുട്ടി മാതാപിതാക്കളോട് വിവരം പറഞ്ഞതിനെ തുടർന്നാണ് സംഭവം പുറത്തറിയുന്നത്. പോക്സോ നിയമപ്രകാരം പ്രതിയെ റിമാൻഡ് ചെയ്തു. ആലപ്പുഴയിൽ ബസ്സിൽ യാത്രക്കാരിയോട് ലൈംഗികാതിക്രമം കാണിച്ചയാൾ അറസ്റ്റിൽ. അമ്പലപ്പുഴ റഹ്മത്ത് മൻസിലിൽ മാഹിനെയാണ് പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. KSRTC ബസ്സിൽ MC റോഡ് ജംഗ്ഷൻ ഭാഗത്ത് വെച്ചാണ് അതിക്രമം കാട്ടിയത്. സബ് ഇൻസ്പെക്ടർ റിൻസ് M തോമസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. തൃശൂരിൽ എക്സൈസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ 2 പേർ കൂടി അറസ്റ്റ്. പ്രതികളായ അരുവിക്കര സ്വദേശി ആൽബിൻ, മുഹമ്മദ് സാലിഹ് എന്നിവരെയാണ് മാള പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ സംഭവത്തിൽ 2 പേരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തൃശൂരിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി റിമാൻഡിൽ. അന്തിക്കാട് സ്വദേശി നവീനെയാണ് പോലീസ് പിടികൂടിയത്.
സിബിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. അന്തിക്കാട് സ്റ്റേഷൻ പരിധിയിൽ നിരവധി കേസുകളിൽ പ്രതിയാണ് നവീൻ. തിരുവനന്തപുരത്ത് വ്യാപാരിക്ക് നേരെ സംഘം ചേർന്ന ആക്രമണം. CCTV ദൃശ്യങ്ങൾ പുറത്ത്. അരിനാട് ശ്രീവരാഹം ട്രേഡേഴ്സ് ഉടമ C. അജേഷാണ് 3 പേർ ചേർന്ന് മർദ്ദിച്ചതായി പരാതി നൽകിയത്. അരിനാട് പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നില്ല. CCTV ദൃശ്യങ്ങൾ ഹാജരാക്കിയതിനു ശേഷമാണ് പോലീസ് കേസെടുത്തത്. തൃശൂരിൽ ഓപ്പറേഷൻ കാപ്പ തുടരുന്നു. മാള പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുപ്രസിദ്ധ ഗുണ്ടയും ചക്കാട്ടി തോമസ് കൊലപാതക കേസിലെ പ്രതി പ്രമോദിനെ കാപ്പ ചുമത്തി തടങ്കലിലാക്കി. കൊലപാതക കേസിൽ ജാമ്യത്തിനിറങ്ങാനിരിക്കെയാണ് കാപ്പ ചുമത്തിയത്. തൃശൂർ അന്തിക്കാടിൽ വീട്ടിൽ അതിക്രമിച്ച് കയറിയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. സിബിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അന്തിക്കാട് സ്വദേശിയായ സ്ത്രീയും ഭർത്താവും താമസിക്കുന്ന വീടിന്റെ മുറ്റത്തേക്ക് സിബിൻ അതിക്രമിച്ച് കയറുകയായിരുന്നു. മോട്ടോർ സൈക്കിൾ തല്ലിപ്പൊളിച്ച് നാശനഷ്ടം വരുത്തുകയും ചെയ്തു. സ്വകാര്യ തോട്ടമുടമ ചെക്ക് ഡാം നിർമ്മിച്ച് തോടിന്റെ സ്വാഭാവിക ഒഴുക്ക് തടഞ്ഞതായി പരാതി. ഇടുക്കി രാജകുമാരി മഞ്ഞക്കുഴി തോട്ടിലാണ് തടയണ കെട്ടി വെള്ളം തടഞ്ഞത്. ഇതോടെ നിരവധി ആദിവാസികളും കർഷകരും ദുരിതത്തിലായിരിക്കുകയാണ്. രാജകുമാരി പഞ്ചായത്ത് 5-ാം വാർഡിൽ ഉൾപ്പെടുന്ന സ്വകാര്യ ഏലം എസ്റ്റേറ്റിലാണ് വർഷങ്ങൾക്ക് മുൻപ് തടയണ നിർമ്മിച്ചത്. വയനാട് സർക്കാർ മെഡിക്കൽ കോളേജിൽ വിവിധ വകുപ്പുകളിലായി ട്യൂട്ടർ ഡെമോൺസ്ട്രേറ്റർ ജൂനിയർ റെസിഡന്റ് തസ്തികകളിൽ മാർച്ച് 10-ന് അഭിമുഖം നടന്നു. MBBS യോഗ്യതയും TCMC കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ സ്ഥിര രജിസ്ട്രേഷനുമുള്ള ഡോക്ടർമാർക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കും. ആലപ്പുഴ കേരള സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് സർട്ടിഫിക്കറ്റോടുകൂടി തിരുവനന്തപുരം ആക്ടിംഗിൽ അംഗീകൃത പഠന കേന്ദ്രങ്ങളിൽ നടത്തുന്ന 1 വർഷം ദൈർഘ്യമുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇന്റേൺഷിപ്പോടുകൂടി റെഗുലർ പാർട്ട് ടൈം ബാച്ചുകളിലേക്ക് +2 കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. തിരുവനന്തപുരം കെൽട്രോണിൽ വിവിധ ഡിപ്ലോമ കോഴ്സുകളിൽ അപേക്ഷ ക്ഷണിച്ചു. ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ്, കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, ഡിപ്ലോമ ഇൻ ഓഫീസ് അക്കൗണ്ടിംഗ് എന്നീ കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. SLC +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അതിവേഗ വാർത്തയിൽ ഇനിയൊരു ഇടവേള. 24 അടച്ചിടും. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാത്തതിനാൽ മാർച്ച് 8-ന് വൈകിട്ട് 6 വരെയാണ് അടച്ചിടും. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ പ്രിസം പദ്ധതിയിൽ കണ്ടന്റ് എഡിറ്റർ പാനലിലേക്ക് മാർച്ച് 10 വരെ അപേക്ഷിക്കാം. +2-വും വീഡിയോ എഡിറ്റിംഗിൽ ഡിഗ്രി, ഡിപ്ലോമ, സർട്ടിഫിക്കറ്റ് കോഴ്സുമാണ് യോഗ്യത. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. കോഴിക്കോട് മണിയൂർ ഗവൺമെന്റ് ITIയിൽ ഡ്രാഫ്റ്റ്സ്മാൻ ട്രേഡിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തും. സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി, ഡിപ്ലോമ, NTC, NAC യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ആലപ്പുഴ നെഹ്റു ട്രോഫി സ്റ്റാർട്ടിംഗ് പോയിന്റിലെ നടപ്പാലം പൂർത്തീകരണത്തിലേക്ക്. ആലപ്പുഴ നഗരസഭ കരളകം നെഹ്റു ട്രോഫി വാർഡുകളെ ബന്ധിപ്പിക്കുന്നതിന് അമൃത് 1 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പാലത്തിന്റെ നിർമ്മാണം. പുന്നമടക്കായലിലൂടെയുള്ള പുരവഞ്ചി യാത്രയെ ബാധിക്കാത്ത തരത്തിൽ സ്റ്റീൽ ഫാബ്രിക്കേഷനിലാണ് നടപ്പാലം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. 61 മീറ്ററാണ് പാലത്തിന്റെ നീളം. മുതലപ്പൊഴി അഴിമുഖത്ത് അനിയന്ത്രിതമായി രൂപപ്പെടുന്ന മണൽത്തിട്ട നീക്കം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ്. അഴിമുഖത്ത് മണൽത്തിട്ട രൂപപ്പെട്ടയിടത്ത് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചായിരുന്നു പ്രതിഷേധം. മണൽ നീക്കം നിലച്ചതോടെ അഴിമുഖത്ത് വൻ തോതിലാണ് മണൽ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. തിരുവനന്തപുരം കാളിപ്പാറ ശുദ്ധജല പ്ലാന്റിൽ നിന്നും വെള്ളം നിറഞ്ഞൊഴുകി മതിൽ തകർന്നു. 10ഓളം പേരുടെ പുരയിടത്തിലൂടെയാണ് വെള്ളവും കരിങ്കല്ലുകളും കുത്തിയൊലിച്ചെത്തിയത്. 36 MLD പ്ലാന്റിലാണ് കപ്പാസിറ്റിയിലധികം വെള്ളം പമ്പ് ചെയ്തതിന്റെ ഭാഗമായി വെള്ളം തുറന്നുവിട്ടത്. തിരുവനന്തപുരം നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഭിന്നശേഷി കലാകായിക മേള മഴവില്ലഴക് സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന കലാകായിക മേളയിലെ മത്സരാർത്ഥികൾക്കുള്ള സമ്മാനങ്ങൾ അഡ്വക്കേറ്റ് DK മുരളി MLA വിതരണം ചെയ്തു.
ആലപ്പുഴ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ 2024-25 വാർഷിക പദ്ധതി അംഗീകാരവുമായി ബന്ധപ്പെട്ട് ജില്ലാ ആസൂത്രണ സമിതി യോഗം ചേർന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പങ്കെടുത്തു. സ്കൂളുകളിലും കോളേജുകളിലും വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ജില്ലാ പഞ്ചായത്ത് പുതിയ പദ്ധതി തയ്യാറാക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി പറഞ്ഞു. കണ്ണൂരിൽ വയലേലകളെ ചെമ്പട്ട് പുതപ്പിച്ച് കർഷകൻ. മാങ്ങാട്ടിടം സ്വദേശി കെ ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ ചെഞ്ചീരപ്പാടം എല്ലാവർക്കും കൗതുകമാണ്. 4 ഏക്കറിലായാണ് ചെഞ്ചീര കൃഷി ഒരുക്കിയിരിക്കുന്നത്. മലപ്പുറം കുമ്പിടി പട്ടാമ്പി റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. ഇതിന്റെ ഭാഗമായി VK കടവ് മുതൽ കുമ്പിടി വരെയുള്ള റീടാറിംഗ് പൂർത്തിയായിട്ടുണ്ട്. 3,11,00,000 രൂപ ചെലവഴിച്ചാണ് കുമ്പിടി ജില്ലാ അതിർത്തി മുതൽ ഞാങ്ങാട്ടിരി പെട്രോൾ പമ്പ് വരെയുള്ള റോഡ് റീടാറിംഗ് നടത്തുന്നത്. മലപ്പുറം തൃത്താല മണ്ഡലത്തിൽ പറക്കുളത്തെ വ്യവസായ പാർക്കിലെ സ്ഥാപനങ്ങളിൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ പാലിക്കുന്നില്ലെന്ന് പരാതി. മാലിന്യ സംസ്കരണ സംവിധാനം ശരിയായ രീതിയിലല്ലെന്നും ജില്ലാ വ്യവസായ വകുപ്പ് ഓഫീസർ അന്വേഷണം നടത്തണമെന്നും കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രതികരിച്ചു. പറക്കുളത്ത് വ്യവസായ വകുപ്പിന്റെ അനുമതിയോടെ നിരവധി സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ ആനയിറങ്കൽ ഡാം തുറന്നു. വേനൽക്കാലത്ത് നിറഞ്ഞൊഴുകുന്ന സംസ്ഥാനത്തെ ഏക അണക്കെട്ടാണ് ആനയിറങ്കൽ. പന്നിയാർ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ പൊന്മുടി അണക്കെട്ടിന്റെ സഹായ അണക്കെട്ടാണ് ആനയിറങ്കൽ. പൊന്മുടി ജലാശയത്തിലേക്ക് വെള്ളം എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആനയിറങ്കൽ അണക്കെട്ട് തുറന്നത്. പാലക്കാടിൽ ചുട്ടുപൊള്ളുന്ന വേനലിൽ ആശ്വാസം പകർന്ന നൊങ്ക്. മായമില്ലാത്തതിനാൽ നൊങ്ക് കഴിക്കാൻ ആവശ്യക്കാരേറെയാണ്. എന്നാൽ ചൂട് കൂടിയതോടെ നൊങ്ക് കിട്ടാനില്ലെന്നാണ് വ്യാപാരികളുടെ പരാതി. നൊങ്ക് ഒരു പീസിന് 10 രൂപയാണ് വില. കേരള സർക്കാർ സംയോജിത ശിശു വികസന സേവന പദ്ധതി 2023-24 വർഷത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്കുള്ള പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. പത്തനംതിട്ട ജില്ലയിലെ മികച്ച ICDS സൂപ്പർവൈസർക്കുള്ള പുരസ്കാരത്തിന് എടത്വ സ്വദേശി സിന്ധു ജിങ്ക ചാക്കോ അർഹയായി. പുരസ്കാര നേട്ടത്തിൽ പ്രസന്നൻ പാരൂർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് നടക്കുന്ന പെരുങ്കളിയാട്ടത്തിലെ തെയ്യക്കോലങ്ങളിൽ നിന്ന് അനുഗ്രഹം തേടാൻ ഫ്രാൻസിൽ നിന്ന് 7 അംഗ സംഘമെത്തി. തൃക്കരിപ്പൂരിലെ രാമവില്യം കഴകത്തിലേക്കാണ് ഫ്രാൻസിലെ യോഗ പരിശീലകയുമായ സിൽവിഗ്യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമെത്തിയത്. ക്യാമറയിൽ വിവിധ ഫ്രെയിമുകൾ പകർത്തുകയും തെയ്യത്തിന്റെ ഐതിഹ്യം ചോദിച്ചറിയുകയും ചെയ്തു. തൃശൂർ കൈലാസനാഥ വിദ്യാനികേതൻ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ അവബോധ യാത്രയുടെ ഭാഗമായി ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. തൃശൂർ ടൗൺ മുതൽ മണ്ണുത്തി വരെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലാണ് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത്. തൃശൂർ മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴയിൽ സേവന മേഖലയ്ക്ക് മുൻതൂക്കം നൽകി മാന്നാർ പഞ്ചായത്തിൽ മിച്ച ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്തിലെ 2025-26 വർഷത്തെ കരട് ബജറ്റ് പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് സെലീന നൌഷാദാണ് അവതരിപ്പിച്ചത്. പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നതാണ് ബജറ്റ്. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ 25 സംവത്സരങ്ങൾക്ക് ശേഷം കഴകം പെരുങ്കളിയാട്ടം നടന്നു. 8ഓളം തെയ്യങ്ങളാണ് അരങ്ങിലെത്തിയത്. സംസ്ഥാനത്ത് ലഹരിക്കെതിരെ നടപടികൾ കർശനമാക്കുമ്പോൾ വാഹനങ്ങളില്ലാതെ നെട്ടോട്ടമോടി തൃശൂർ അന്തിക്കാട് എക്സൈസ് വകുപ്പ്. തൊണ്ടി മുതൽ വരെ സ്റ്റേഷനിലെത്തിക്കുന്നത് ഓട്ടോയിലും ടാക്സി കാറിലുമാണ്. വകുപ്പ് തലത്തിലെ നിരുത്തരവാദപരമായ സമീപനമാണ് എക്സൈസിന്റെ പ്രവർത്തനം താളം തെറ്റാൻ കാരണമെന്ന് ആക്ഷേപം. അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് വനിതാ ശിശു വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മാർച്ച് 8-ന് തിരുവനന്തപുരം കനകക്കുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ സംസ്ഥാനതല പരിപാടികൾ സംഘടിപ്പിക്കും. പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിക്കും. മന്ത്രി GR അനിൽ അധ്യക്ഷനാകും. മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ട റേഷൻ ഗുണഭോക്താക്കളുടെ EKYC പൂർത്തീകരിക്കുന്നതിനായി കേന്ദ്രം അനുവദിച്ച സമയപരിധി മാർച്ച് 31-ന് അവസാനിക്കും.
KYC പൂർത്തീകരിക്കാത്തവർക്ക് റേഷൻ വിഹിതം നഷ്ടപ്പെടാൻ സാധ്യത. പൂർത്തിയാക്കാനുള്ളവർ റേഷൻ കടകൾ അല്ലെങ്കിൽ താലൂക്ക് സപ്ലൈ ഓഫീസുകൾ മുഖാന്തരം നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കും. തിരുവനന്തപുരം സ്പെൻസർ ജംഗ്ഷനിലുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ PG ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ജിത്തു അഷ്റഫിന്റെ സംവിധാനത്തിൽ കുഞ്ചാക്കോ ബോബൻ നായകനായി എത്തിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി 50 കോടി ക്ലബിൽ. ജിത്തു അഷ്റഫിന്റെ സംവിധാനത്തിൽ ഷാഹി കബീറാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചത്. കുഞ്ചാക്കോ ബോബൻ നായകനായി എത്തിയ അഞ്ചാം പാതിര, ഉണ്ണാത്താൻ, കേസുകൂട് എന്നീ സിനിമകൾ ഇതിനു മുൻപ് 50 കോടി ക്ലബിൽ ഇടം നേടി. പുതുമുഖം അനൂപ് രത്ന നായകനാകുന്ന ചിത്രം ലീച്ച് മാർച്ച് 14-ന് തിയേറ്ററുകളിലെത്തും. ബുക്ക് ഓഫ് സിനിമ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നിർമ്മിച്ച ചിത്രം SM ആണ് സംവിധാനവും രചനയും നിർവഹിച്ചിരിക്കുന്നത്. ദൂരയാത്ര ചെയ്യുന്ന ഏതൊരു ദമ്പതികൾക്കും സംഭവിക്കാവുന്ന ഒരു അപകടമാണ് ചിത്രത്തിന്റെ ഇതിൽ. ഫാൽക്കൺ സിനിമാസിന്റെ ബാനറിൽ ജിനി S നിർമ്മിച്ച് നവാഗതനായ അനുഷ് മോഹൻ സംവിധാനം ചെയ്യുന്ന വത്സല ക്ലബ് എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടു. തിരുവനന്തപുരത്തും പരിസരങ്ങളുമായി ചിത്രീകരണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. ഭാരതക്കുന്ന് എന്ന സാങ്കല്പിക ഗ്രാമത്തിൽ വർഷങ്ങളായി നിലനിന്നിരുന്നു പോരുന്ന വിവാഹം മുടക്കലിനെ കുറിച്ചുള്ള കഥയാണ് ചിത്രം പറയുന്നത്. നയൻതാര ചിത്രം മൂക്കുത്തി അമ്മന്റെ 2ാം ഭാഗം വരുന്നു. ചിത്രത്തിന്റെ പൂജാ ചടങ്ങുകൾ ചെന്നൈ പ്രസാദ് സ്റ്റുഡിയോയിൽ നടന്നു. 100 കോടി മുതൽ മുടക്കിൽ ഒരുങ്ങുന്ന ചിത്രം സുന്ദർ സിയാണ് സംവിധാനം ചെയ്യുന്നത്. റാപ്പർ യോയോ ഹണി സിംഗിന്റെ പുതിയ ഗാനമായ മാനിയാക്കിനെതിരെ ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി നൽകി നടി നീതു ചന്ദ്ര പട്നായക്. ഗാനം പ്രകടമായി പരസ്യമായി ലൈംഗികത ചിത്രീകരിക്കുന്നുവെന്നും സ്ത്രീകളെ വെറും ലൈംഗിക വസ്തുക്കളായി കാണിക്കുന്നുവെന്നും ആരോപിച്ചാണ് ഹർജി. ഹണി സിംഗിനെതിരെയും ഗാനരചയിതാവ് ലിയോ ഗ്രവാൾ, ഗായികമാർ ഉൾപ്പെടെ ഗാനത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും കക്ഷി ചേർത്താണ് നീതുവിന്റെ ഹർജി. ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സീസണിലെ അവസാന ഹോം മത്സരം. രാത്രി 7:30-ന് നടക്കുന്ന മത്സരത്തിൽ മുംബൈ സിറ്റി FC ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. പ്ലേ ഓഫ് ടിക്കറ്റ് ലഭിക്കില്ലെന്ന് ഉറപ്പായ ബ്ലാസ്റ്റേഴ്സ് സ്വന്തം തട്ടകത്തിൽ ജയത്തോടെ സീസൺ അവസാനിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതേസമയം മുംബൈ സിറ്റി FCക്ക് 2 മത്സരങ്ങൾ ബാക്കിയുണ്ട്. ഫിഫ അറബ് കപ്പിനും ഫിഫ അണ്ടർ-17 ലോകകപ്പിനും ഖത്തർ വേദിയാകും. ഈ വർഷം അവസാനം നടക്കുന്ന 2 പ്രധാന ടൂർണമെന്റുകളുടെ തീയതികൾ ഫിഫ പ്രഖ്യാപിച്ചു. ഫിഫ അറബ് കപ്പ് 2025 ഡിസംബർ 1-ന് ആരംഭിക്കും. ഫിഫ അണ്ടർ-17 ലോകകപ്പ് ഖത്തർ 2025 നവംബർ 3 മുതൽ 27 വരെ നടക്കും. ഫിഫ കൗൺസിൽ യോഗത്തിലാണ് തീയതികൾ പ്രഖ്യാപിച്ചത്. അതിവേഗ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജെനിയുടെ അച്ഛൻ അവളെ പുറത്ത് പഠിക്കാൻ വിടുന്നില്ല. ഞാൻ സംസാരിക്കാം. അതിനുള്ള ലെഗസി അപ്പയ്ക്കുണ്ടോ? മികച്ച